ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് റൂൾസ് 2016 പോലെ എങ്ങനെയാണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് നിന്ന് വരുന്ന ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റിനെ സിസ്റ്റമാറ്റിക് ഹാൻഡിൽ ചെയ്ത് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, പേഷ്യൻസ്, കമ്മ്യൂണിറ്റി ആൻഡ് ദ എൻവിറോൺമെൻറ്റ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഹോസ്പിറ്റൽസ് ജനറലി 2 ടൈപ്പ് ഓഫ് വേസ്റ്റസ് ഉണ്ട്, ഹസാർഡസ് ആൻഡ് നോൺ ഹസാർഡസ്. ഹസാർഡസ് വേസ്റ്റ് ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് ആൻഡ് നോൺ ഹസാർഡസ് ആണ് ജനറൽ വേസ്റ്റ്. ജനറൽ വേസ്റ്റ് പൊതുവേ നമ്മൾ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ബിൻസിലാണ് കളക്ട് ചെയ്യാറ്. അതിലിപ്പോൾ ഗ്രീനിൽ ഫുഡും ബ്ലാക്കിൽ പേപ്പർ വേസ്റ്റ് പോലത്തെ ആയിരിക്കും, ദാറ്റ് ഈസ് ജനറൽ വേസ്റ്റ്. പക്ഷേ 15-25% ഓഫ് ദ ടോട്ടൽ വേസ്റ്റ് എപ്പോഴും ഹസാർഡസ് ആയിട്ടുള്ള ബയോമെഡിക്കൽ ആയിരിക്കും. ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് സെഗ്രിഗേഷൻ അറ്റ് ദ സോഴ്സ് തന്നെ. അപ്പോൾ അതിന് വേണ്ടി 4 കളർ കോഡഡ് കണ്ടെയ്നേഴ്സ് നമ്മൾ എല്ലാ സ്ഥലത്തും വെക്കണം, മേജറായിട്ടുള്ള ഏരിയാസിലൊക്കെ. യെല്ലോ, റെഡ്, വൈറ്റ് ആൻഡ് ബ്ലൂ കളറിലാണ് നമ്മൾ ആ ഒരു കണ്ടെയ്നർ അറിയപ്പെടുന്നത്. ഇതിനോട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന സ്ലൈഡ്സിൽ. സോ എൻ്റെ ജനറൽ വേസ്റ്റ് നേരത്തെ പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് ഗ്രീൻ ബിൻസിലാണ് വയ്ക്കാറ്. ഈ കളർ കോഡ് അനുസരിച്ച് ഡിസിഗ്നേറ്റഡ് ബിന്നിൽ നമ്മൾ കളക്ട് ചെയ്ത് സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യുമ്പോൾ വെൻറ്റിലേഷൻ ഉണ്ടായിരിക്കണം, മാത്രമല്ല ലാബിൾഡ് ആയിരിക്കണം ആ ഒരു ഏരിയ തന്നെ, എസ്പെഷ്യലി റെസ്ട്രിക്റ്റഡ് ഏരിയ അങ്ങനെ എന്തെങ്കിലും ഒരു ലാബലിംഗ് ഉണ്ടാവണം. പിന്നെ 48 മണിക്കൂർ, അതായത് 2 ദിവസത്തിൽ കൂടുതൽ ഈ ഹസാർഡസ് ആൻഡ് ഒറ്റ വേസ്റ്റും സ്റ്റോർ ചെയ്യാൻ പാടില്ല. ട്രീറ്റ് പെട്ടെന്ന് തന്നെ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് ട്രീറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സിലേക്ക് കടക്കണം. ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളതാണ്. ഫസ്റ്റ് സെഗ്രിഗേറ്റ്, ദെൻ കളക്ട് ആൻഡ് സ്റ്റോറേജ്, ദെൻ ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷനിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ വേസ്റ്റസിന് വേണ്ടിയിട്ടുള്ള ട്രോളീസ് അല്ലെങ്കിൽ ബാർ കോഡഡ് ആയിട്ടുള്ള ബാഗ്സ്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഓൺ സൈറ്റിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. നമ്മുടെ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ സെൻട്രൽ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി നമ്മൾ എറണാകുളത്താണെങ്കിൽ അത് കെയിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ കൊച്ചിയിലൊരു പ്ലാന്റ് ഉണ്ട്, അമ്പലമേടിൽ, അവിടെയാണ് അത് കൊണ്ടുകൊടുക്കുന്നത്. CBWTF സെൻട്രൽ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി, അവിടേക്ക് നമ്മൾ കൊണ്ടെത്തിക്കണം. ഡീറ്റെയിൽ ആയിട്ട് എന്താ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് മിനിസ്ട്രി ഓഫ് എൻവിറോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് തരുന്ന ഡെഫിനേഷനാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഹെൽത്ത് കെയർ വേസ്റ്റ് ആൻഡ് ദ വേസ്റ്റ് ഇറ്റ് ഈസ് ദ വേസ്റ്റ് ജനറേറ്റഡ് ഡ്യൂറിങ് ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, ഇമ്മ്യൂണൈസേഷൻ ഓഫ് ഹ്യൂമൻസ് ഓർ അനിമൽസ് ഓർ റിസർച്ച് ആക്ടിവിറ്റീസ്. BMW റൂൾസ്, അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് റൂൾസ് 2016 പറയുന്നത് 4 കളർ കോഡഡ് കാറ്റഗറീസ് ആയിട്ടാണ് ഈ വേസ്റ്റിനെ നമ്മൾ തരംതിരിക്കുന്നത്. മുമ്പ് 10 ആയിരുന്നു. മുമ്പത്തെ നിയമത്തിൽ 10 കാറ്റഗറീസ് ഉണ്ടായിരുന്നു. ദിസ് ഈസ് ഫോർ ഈസി സെഗ്രിഗേഷൻ ഫ്രം ദ സോഴ്സ്, ദെൻ ഹെൽപ്പ് ടു കളക്ഷൻ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ ടു പ്രിവെൻറ്റ് ഹെൽത്ത് ആൻഡ് എൻവിറോൺമെൻറ്റൽ ഹസാർഡ്. അതിന് വേണ്ടിയിട്ടാണ് ഈ 10 4 ചുരുക്കിയത്. ഫസ്റ്റ് യെല്ലോ കാറ്റഗറി പരിചയപ്പെട്ടാലോ. ഈ യെല്ലോ നോൺ ക്ലോറിനേറ്റഡ് പ്ലാസ്റ്റിക് ബാഗ്സ് അല്ലെങ്കിൽ കണ്ടെയ്നറിൽ നമ്മൾ ശേഖരിക്കുന്നത് ഹ്യൂമൻ ആൻഡ് ആനിമൽ അനാട്ടമിക്കൽ വേസ്റ്റസ് ആണ്. എന്താണ് ഈ അനാട്ടമിക്കൽ വേസ്റ്റ്? ടിഷ്യൂസോ ഓർഗാൻസോ ബോഡി പാർട്സ് ഏതെങ്കിലും, അല്ലെങ്കിൽ ഫീറ്റസ് ബിലോ വയബിലിറ്റി എന്ന് വെച്ചാൽ ജനിച്ച പാടെ മരിച്ച കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഈ മഞ്ഞ കാറ്റഗറീസിലാണ് പെടുത്തുന്നത്. കൂടാതെ സോയിൽഡ് വേസ്റ്റ്, it include the blood or body fluids like dressings, plaster cast, cotton swab, blood bags, everything that is നമ്മുടെ സോയിലിൽ അലിയുന്ന എല്ലാ വേസ്റ്റും. അത് ഹോസ്പിറ്റലാവുമ്പോൾ എന്തൊക്കെയാണ്? ഡ്രസ്സിങ്സ്, കോട്ടൺ, ബ്ലഡ് ബാഗ്സ്, പ്ലാസ്റ്റർ കാസ്റ്റ്, ഇവയൊക്കെ. ദെൻ മൈക്രോബയോളജി ഓർ ബയോടെക്നോളജി വേസ്റ്റ്, ഇറ്റ് ഇൻക്ലൂഡ് കൾച്ചേഴ്സ്, അതായത് നമ്മൾ ബാക്ടീരിയൽ ഫംഗൽ കൾച്ചറിങ് ഒക്കെ നോക്കില്ലേ അത്, പിന്നെ സ്പെസിമെൻസ്, പിന്നെ ഡിസ്കാർഡഡ് മെഡിസിൻസൊക്കെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഈ ഒരു യെല്ലോ കാറ്റഗറിയിലാണ് പെടുത്താം. ദാറ്റ് മെഡിസിൻ ഓൾസോ ഇൻക്ലൂഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സ്, സെല്ലിന് ടോക്സിസിറ്റി വരുത്തുന്ന മരുന്നും
അതിൽ പെടും. എക്സാമ്പിൾ കീമോതെറാപ്പിക്കൊക്കെ കൊടുക്കുന്ന ഡ്രഗ്സൊക്കെയാണ് സൈറ്റോടോക്സിക് ഡ്രഗ്സ്. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് കെമിക്കൽ വേസ്റ്റ് ലൈക്ക് ഡിസ്കാർഡഡ് ആയിട്ടുള്ള ഡിസിൻഫെക്റ്റൻസ് അല്ലേ, അതാണ് കെമിക്കൽ വേസ്റ്റ്. നമ്മുടെ സ്കിന്നിൽ വീണ് കഴിഞ്ഞാൽ ഭയങ്കര ഡിസിൻഫെക്റ്റൻ്റ് ആണെങ്കിലും അത് കളയേണ്ടതായിട്ടുള്ള അത്തരം വേസ്റ്റുകളാണ് കെമിക്കൽ വേസ്റ്റ്. സോ സിംപ്ലി അനാട്ടമിക്കൽ വേസ്റ്റ്, സോയിൽഡ് വേസ്റ്റ്, മൈക്രോബയോളജി ഓർ ബയോടെക്നോളജി വേസ്റ്റ് ആൻഡ് കെമിക്കൽ വേസ്റ്റ്. ഈ 4 യെല്ലോ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. റെഡ് കാറ്റഗറി ആണെങ്കിൽ അഗെയിൻ റെഡ് നോൺ ക്ലോറിനേറ്റഡ് പ്ലാസ്റ്റിക് ബാഗ്സ് ഓർ കണ്ടെയ്നേഴ്സ് ആണ് ഈ റെഡ് കാറ്റഗറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ബാഗ്. കണ്ടെയ്നർ ആവാം അല്ലെങ്കിൽ ബാഗ്സ് ആവാം. ഇറ്റ് ഷുഡ് ബി നോൺ ക്ലോറിനേറ്റഡ് പ്ലാസ്റ്റിക് ബാഗ്സ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാസ്റ്റിക്കോട് കൂടി ആണ് കത്തിക്കുക അല്ല അതിൻ്റെ ഡിസ്പോസലിന് വേണ്ടി കൊടുക്കുന്നത്. എല്ലാം ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗ്സ് ആണെങ്കിൽ അത് കത്തുമ്പോൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹാലോജൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നടന്ന എയർ പൊല്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് നോൺ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗ്സ് യെല്ലോനും റെഡിനും ഉപയോഗിക്കുന്നത്. മാത്രമല്ല റെഡ് കാറ്റഗറിയുടെ പ്ലാസ്റ്റിക് ബാഗ് 50 മൈക്രോൺസിനേക്കാളും തിക്നെസ് കൂടുതൽ വേണം. നല്ല തിക്കായിട്ടുള്ള ഒരു റെഡ് നോൺ ക്ലോറിനേറ്റഡ് പ്ലാസ്റ്റിക് ബാഗ് ഓർ കണ്ടെയ്നറാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ റീസൈക്ലബിൾ ആയിട്ടുള്ള വേസ്റ്റസ് ഇല്ലേ, ഡിസ്പോസ് ചെയ്യുന്ന ട്യൂബിങ്സ്, ഇൻവിട്രോ സെറ്റ്, കാത്തറ്റേഴ്സ്, അതൊരു കൈൻഡ് ഓഫ് ട്യൂബാണ്. പിന്നെ യൂറിൻ ബാഗ്സ്, സിറിഞ്ച് വിത്തൗട്ട് ദ നീഡിൽസ്. സിറിഞ്ചിൽ വിത്ത് നീഡിലല്ല, വിത്തൗട്ട് നീഡിലാണ് സിറിഞ്ച് കൊടുക്കുന്നത്. അതുപോലെ ഗ്ലൗസ്, വാക്യൂട്ടൈനേഴ്സൊക്കെ. ഇൻഫെക്ഷ്യസ് ഹോസ്പിറ്റൽ വേസ്റ്റ് നമ്മൾ പൊതുവേ യെല്ലോ ആൻഡ് റെഡ് കാറ്റഗറീസിലാണ് ഇടാറ്. ഈ വൈറ്റ് കാറ്റഗറീസ് ഈസ് ഇൻഫെക്ഷ്യസ് ബട്ട് ജനറലി നമ്മൾ ഷാർപ്പായിട്ടുള്ള മെറ്റൽ ഇൻക്ലൂഡിങ് നീഡിൽസ്, സിറിഞ്ചസ് വിത്ത് ഫിക്സ്ഡ് നീഡിൽസ്, സ്കാൽപ്പൽസ്, blade or any contaminated sharp object that may cause puncture or cuts. അത്തരം ഇതിനെയാണ് നമ്മൾ വൈറ്റ് കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. ഇത് സാധാരണ പോലെ ഒരു പ്ലാസ്റ്റിക് ബാഗൊന്നുമല്ല, എന്നാൽ പങ്ക്ചർ പ്രൂഫ്, ലീക്ക് പ്രൂഫ്, ട്രാൻസ്ലൂസൻറ്റ് വൈറ്റ് കണ്ടെയ്നേഴ്സാണ് ഈ വൈറ്റ് കാറ്റഗറിയിലെ കാര്യങ്ങൾ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ബ്ലൂ കാറ്റഗറിയിലാണെങ്കിൽ ഇതുപോലെ പങ്ക്ചർ പ്രൂഫ് ആയാൽ മതി എന്നുള്ളൂ. ലീക്ക് പ്രൂഫ് ആവണമെന്നോ അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻറ്റ് അങ്ങനെ ആവണമെന്നൊന്നുമില്ല. ബ്ലൂ ആയിട്ടുള്ള ഒരു പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സാണ്. ഇവിടെ കോമൺ ആയിട്ടുള്ളത് ബ്രോക്കൺ ഓർ ഡിസ്കാർഡഡ് കണ്ടാമിനേറ്റഡ് ഗ്ലാസ് വെയർസ്. ഗ്ലാസ് ഒക്കെയാണ്, ബ്രോക്കൺ ആയിട്ടുള്ള ഗ്ലാസ് ആണ് ഇവിടെ. മെഡിസിൻ വയൽസ്, ആംപ്യൂൾസ് എന്ന് വെച്ചാൽ എന്താ, ചില ലിക്വിഡായിട്ടുള്ള മെഡിസിൻസ് കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, മാത്രമല്ല എയർ എക്സ്പോഷർ കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ആംപ്യൂൾസിലാണ് സൂക്ഷിക്കാറ്. അത് മെഡിസിനൊക്കെ എടുത്ത് വെക്കുന്ന ഒരു കൈൻഡ് ഓഫ് പാത്രമാണ്. അത്രയേ ഉള്ളൂ. ഈ ഗ്ലാസ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൈക്രോബയോളജിയിലൊക്കെ നമ്മൾ മൈക്രോസ്കോപ്പോടെ നോക്കുമ്പോൾ ഗ്ലാസ് സ്ലൈഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഗ്ലാസ് വെയർസ് ആൻഡ് ഡിസ്കാർഡഡ് ആക്കിയിട്ടുള്ള സ്ലൈഡ്, പാത്രങ്ങൾ, ഗ്ലാസ് ആയിട്ടുള്ള വയൽസ്, മെഡിസിൻ വയൽസ് എന്ന് വെച്ചാൽ പാത്രം എന്നാണ് അർത്ഥം. ആംപ്യൂൾസൊക്കെയാണ് ബ്ലൂ കാറ്റഗറിയിൽ കൊടുക്കുന്നത്. ഇങ്ങനെ അവനെ ഡിസ്പോസ് ചെയ്യുന്നതും കൂടി നോക്കാം. അപ്പോൾ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അനാട്ടമിക്കൽ വേസ്റ്റ് എന്താ ചെയ്യാൻ പറ്റുക? ഇൻസിനറേഷൻ, ഹൈ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ പ്ലാസ്മ പൈറോളിസിസ്, ഇതിലേതെങ്കിലും മെത്തേഡ്, ഇൻസിനറേഷൻ അല്ലെങ്കിൽ പ്ലാസ്മ പൈറോളിസിസ് വഴിയായിട്ട് ട്രീറ്റ് ചെയ്യും. ഈ ടെമ്പറേച്ചർ നമുക്ക് പറയുമ്പോൾ 1200 ഡിഗ്രി സെൽഷ്യസ് അത്രയ്ക്കും ടെമ്പറേച്ചറിലായിരിക്കും ഇൻസിനറേറ്ററൊക്കെ വർക്ക് ചെയ്യുന്നത്, അതിനും കൂടുതൽ. ഇൻസിനറേഷനോ പ്ലാസ്മ പൈറോളിസിസ് ഒന്നും ചെയ്യാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ, എസ്പെഷ്യലി റൂറൽ റിമോട്ട് ഏരിയാസിൽ, നമ്മൾ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അതോറൈസേഷന് ശേഷം അവരുടെ നിന്ന് കൺസെൻറ്റ് വാങ്ങിയിട്ട് ഡീപ്പ് ബൂറിയൽ ഫെസിലിറ്റി ഇൻസൈറ്റ് ആയിട്ട് തന്നെ നടത്താവുന്നതാണ്. ഇത് മണ്ണിൻ്റെ ഉള്ളിൽ നല്ല ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്ന ഒരു മെത്തേഡാണ് ഡീപ്പ് ബൂറിയൽ ഫെസിലിറ്റി. പിന്നെ സെൻട്രൽ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി ഉണ്ട്, CBWTF. അതിലേക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ടൊരു പ്രീ ട്രീറ്റ്മെൻറ്റ് ജസ്റ്റ് ചെയ്യണം. കാരണം ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ CBWTFലേക്ക്
നമ്മൾ കൊടുക്കുമല്ലോ. ഇപ്പോൾ നമുക്ക് ഫെസിലിറ്റി ഇല്ലെങ്കിൽ പക്ഷെ നമ്മൾ പ്രീ ട്രീറ്റ്മെൻറ്റ് എന്തായാലും ചെയ്തിട്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്നുണ്ട്. സിംപ്ലി യെല്ലോ കാറ്റഗറിയിൽ വരുന്ന അനാട്ടമിക്കൽ വേസ്റ്റ്, സോയിൽഡ് വേസ്റ്റ്, മൈക്രോബയോളജി, ബയോടെക്നോളജിക്കൽ വേസ്റ്റ് ഒക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, കെമിക്കൽ വേസ്റ്റൊക്കെ ഇൻസിനറേഷൻ ഓർ പ്ലാസ്മ പൈറോളിസിസ് വഴിയായിട്ട് CWTFന് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് യെല്ലോ കാറ്റഗറി വേസ്റ്റസ്. ഇനി റെഡ് ആണെങ്കിൽ ഇവിടെ റെഡ് റീസൈക്ലബിൾ ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് പ്ലാസ്റ്റിക്സ് ആണല്ലോ വരുന്നത്. അപ്പോൾ ഓട്ടോക്ലേവിങ്, അതുപോലെ മൈക്രോവേവിങ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലേവിങ്, ഇതിന് ശേഷം ഷ്രെഡിങ് ഓർ മ്യൂട്ടിലേഷൻ. ഷ്രെഡിങ് എന്ന് വെച്ചാൽ കീറി മുറിക്കുക. റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക്കാണ്, പക്ഷേ നമ്മളിത് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം വീണ്ടും റീയൂസ് ചെയ്യാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കീറി മുറിക്കണതിനാണ് ഷ്രെഡിങ് എന്ന് പറയുന്നത്. മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം, അതായത് പ്ലാസ്റ്റിക്സ് സ്മോൾ ചിപ്സ് പോലത്തെ പീസസ് ആക്കി മാറ്റുന്നതിനെയാണ്. ദെൻ അഗെയിൻ സ്റ്റെറിലൈസേഷൻ പ്ലസ് ഷ്രെഡിങ്, ഒന്നില്ലെങ്കിൽ ഷ്രെഡിങ് അല്ലെങ്കിൽ മ്യൂട്ടിലേഷൻ, അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ വിത്ത് ഷ്രെഡിങ് ചെയ്തിട്ട് നമ്മളിപ്പോൾ റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി അതറൈസ്ഡ് ആയിട്ടുള്ള റീസൈക്ലേഴ്സിനെ ആഫ്റ്റർ ദിസ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ആണ് കൈമാറുന്നത്. നമ്മൾ പ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണം റീസൈക്ലേഴ്സിനെ കൊടുക്കാൻ. ഫസ്റ്റ്ലി ഇത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പാടില്ല. റെഡ് കാറ്റഗറി വേസ്റ്റസ് ഇൻഫെക്ഷ്യസ് ആണല്ലോ, ഹോസ്പിറ്റൽ വേസ്റ്റ് ആണ്. കാരണം ബാഗ്സ്, സിറിഞ്ചസ് വിത്തൗട്ട് നീഡിൽസ്, ഗ്ലൗസ്, വാക്യൂം ട്യൂബിങ്, IV സെറ്റ്സ്, ഇതൊക്കെ ഇൻഫെക്ഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ മൈക്രോവേവ്, ഓട്ടോക്ലേവ് ഓർ ഹൈഡ്രോക്ലേവ് ചെയ്ത് പിന്നെ അതിനെ ഷ്രെഡ് ചെയ്യുക, മ്യൂട്ടിലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വിത്ത് ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ ദെൻ ഷ്രെഡിങ് ദെൻ റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കുക. ആയിട്ടുള്ള നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, റീസൈക്കിൾ വാല്യൂ ഇല്ലാത്ത പ്ലാസ്റ്റിക്സ് എന്ത് ചെയ്യാമെന്ന്. പ്രസ് യൂസ് ചെയ്ത് ഹൈഡ്രോളിക് പ്രഷറിൽ നമ്മളിതിനെ 2 കിലോഗ്രാമുള്ള ബെയിൽസ് ആക്കി മാറ്റി ബ്രിക്ക് പോലെ കോമ്പാക്റ്റ് ആൻഡ് ഡെൻസ് ആയിട്ട് മാറ്റിയിട്ട് നമുക്കിപ്പോൾ ഗാർഡൻ വാൾസ് പണിയാനോ അല്ലെങ്കിൽ ആൽത്തറ കെട്ടാനോ അങ്ങനെ ഉപയോഗിക്കാം. മാത്രമല്ല ഇങ്ങനെ ഈ ഒരു ഷേപ്പിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ലാർജ് സൈസ് കുറച്ച് കുഞ്ഞിതാക്കിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് എവിടെയാണ് റീസൈക്ലിംഗ് ചെയ്യുന്നത് അവിടേക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് ഈ ഫുൾ പ്ലാസ്റ്റിക് പല വണ്ടികളിലാക്കി കൊണ്ടുപോകണേക്കാളും നല്ലത് ഇതിനെ കോമ്പാക്റ്റ് ചെയ്തിട്ട് ഒരു കുഞ്ഞു സാധനമാക്കിയിട്ട്, ഹെവി വെയിറ്റുള്ള ഒരു കുഞ്ഞു സാധനമാക്കിയിട്ട് അതിനെ ട്രാവൽ ചെയ്യാതിരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അമൃത ഹോസ്പിറ്റലൊക്കെ ചെയ്യുന്നത്. റീസൈക്ലിംഗ് വാല്യൂ കുറഞ്ഞ സാധനത്തിനെ അവർ ഇപ്പോൾ ബ്രിക്ക് പോലെ കോമ്പാക്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇതേപോലെ കോമ്പാക്റ്റ് ചെയ്തതിന് ശേഷം ഹൈഡ്രോളിക് പ്രസ് വെച്ച് കോമ്പാക്റ്റ് ചെയ്തിട്ട് റീസൈക്ലിങ്ങിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. ഓട്ടോക്ലേവ് പൊതുവെ 121 ഡിഗ്രി സെൽഷ്യസ് 45 മിനിറ്റ്സ് 15 പാസ്കലിലാണ് വർക്ക് ചെയ്യുന്നത്. ചെറിയ വ്യത്യാസം ഇതിൽ വരുത്താറുണ്ട്. കാരണം സയൻറ്റിഫിക്കലി അവർ ചെറിയൊരു ടെമ്പറേച്ചർ 130 ഡിഗ്രി സെൽഷ്യസിലൊക്കെ അതിനനുസരിച്ച് പ്രഷറിലും വ്യത്യാസം വരുത്തിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ ഓട്ടോക്ലേവിന് നമ്മൾ സ്റ്റെറിലൈസേഷൻ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ടെസ്റ്റ് ഉണ്ട്. അതിൽ ഒന്ന് ബയോളജിക്കൽ സ്പോർ ടെസ്റ്റാണ്. ഹൈ ടെമ്പറേച്ചറിൽ ഇവിടെ കൊടുക്കുമ്പോൾ അതിൽ സർവൈവ് ചെയ്യുന്ന ഒരു ബാക്ടീരിയയാണ് ജിയോബാസിലസ് സ്റ്റീരിയോതെർമോഫിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് ഉണ്ടോയെന്ന് ആഫ്റ്റർ ദ ഓട്ടോക്ലേവ് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഗ്രോത്ത് കാണുകയാണെങ്കിൽ പ്രോപ്പർ സ്റ്റെറിലൈസേഷൻ നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ഇത് ചെയ്യുന്ന സമയത്ത് TST ഇൻഡിക്കേറ്റർ ടെസ്റ്റ്, അതായത് ടൈം, സ്റ്റീം ആൻഡ് ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ ടെസ്റ്റ് നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളർ കോഡാണ്. കളർ ചേഞ്ച് വരികയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ടൈം ആൻഡ് സ്റ്റീം ടെമ്പറേച്ചർ ആണ് നമ്മൾ ഓട്ടോക്ലേവിന് കൊടുക്കുന്നത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. കളർ ചേഞ്ച് ഇല്ലെങ്കിൽ അതിലെന്തോ പെശകുണ്ട്. അതുപോലെ ഫൈനലി ഒരു കീ വാലിഡേഷൻ എന്ന് പറയുന്നത് ഫോർ ലോക്ക് ടൈം റിഡക്ഷൻ നടക്കണം. അങ്ങനെ അതൊരു മാത്തമാറ്റിക്കലാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ 99.99% ഒരു ബാക്ടീരിയൽ റിഡക്ഷൻ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇത്തരം സ്റ്റെറിലൈസേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടാണ് ബാക്ടീരിയൽ ഗ്രോത്ത് വളരെ കുറവാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് മ്യൂട്ടിലേറ്റ് ചെയ്യാനും ഷ്രെഡ് ചെയ്യാനും കൊടുക്കുന്നത്. വൈറ്റ് കാറ്റഗറിയിൽ വരുന്ന
കണ്ടാമിനേറ്റഡ് ഷാർപ്പ് ഒബ്ജക്ട്സ് ഇതുപോലെ തന്നെ ഓട്ടോക്ലേവ് ചെയ്യും. പൊതുവേ 121°C 45 മിനിറ്റ് 15 പാസ്കലായിരുന്നു ഓട്ടോക്ലേവ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ മൈക്രോവേവിങ്, കെമിക്കൽ ഡിസിൻഫെക്ഷൻ, അതിനുശേഷം ആണ് ഷ്രെഡിങ്ങിനും മ്യൂട്ടിലേഷനും വേണ്ടിയിട്ട് കൈമാറുന്നത്. ദെൻ എൻക്യാപ്സുലേഷൻ നടത്തും. എൻക്യാപ്സുലേഷൻ എന്ന് പറയുമ്പോൾ അതിന് എൻവിറോൺമെൻറ്റായിട്ട് അധികം കോണ്ടാക്റ്റ് വരാത്ത രീതിയിൽ ഐദർ കോൺക്രീറ്റ് പിറ്റിൽ ഷാർപ്സൊക്കെ ഇട്ട് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ സെൻഡ് ടു അവർ CBWTF, ഇത് കോമൺ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി. ബ്ലൂ കാറ്റഗറി ഇതുപോലെ റിസൈക്ലബിൾ ആവണം. കാരണം ആഫ്റ്റർ ദ ഡിസിൻഫെക്ഷൻ നമുക്ക് ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ്, ഡിഫറെൻറ്റ് കെമിക്കൽ ഡിസിൻഫെക്ഷൻ എന്തെങ്കിലും ചെയ്ത് ഫ്രണ്ട്ലി ഷ്രെഡിങ് ഓർ മ്യൂട്ടിലേഷൻ നടത്തി നമുക്കിത് ട്രീറ്റ്മെൻറ്റിന് ശേഷം റിസൈക്ലിങ്ങിന് അയക്കാം. കാറ്റഗറീസിലുള്ള ഗ്ലാസ് വെയേഴ്സ്, മെഡിസിനൽ വയൽസ്, ആംപ്യൂൾസ്, ഗ്ലാസ് സ്ലൈഡ്സൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്. സിംപ്ലി സമപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ BMW റൂൾസ് 2016 പ്രകാരം പോയിൻ്റ് ഓഫ് ജനറേഷൻ, വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് തന്നെ സെഗ്രിഗേറ്റ് ചെയ്യണം ഈ 4 ബാസ്ക്കറ്റിലേക്ക്. 48 ഹവറിനും കൂടുതൽ ഇത് ട്രീറ്റ് ചെയ്യാതെ സ്റ്റോർ ചെയ്യാൻ പാടില്ല. പിന്നെ ബാർകോഡിങ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന് ട്രാൻസ്പോർട്ട് ടു CBWTF. പിന്നെ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് മാക്സിമം ഒഴിവാക്കണം. യെല്ലോ, റെഡ് കാറ്റഗറീസിലൊക്കെ നോൺ ക്ലോറിനേറ്റഡ് പ്ലാസ്റ്റിക് ബാഗ്സാണ് യൂസ് ചെയ്യേണ്ടത്. സ്റ്റാഫ്സിന് ട്രെയിൻ ചെയ്യണം. മാത്രമല്ല ഇത് എല്ലാ ഹാൻഡ്ലേഴ്സിനും, വേസ്റ്റ് ഹാൻഡ്ലേഴ്സിനും ഇമ്മ്യൂണൈസ് ചെയ്യണം. കാരണം നമ്മളിനി ഇതിൻ്റെ ഹസാർഡസ് സൈഡോട് പറയുന്നുണ്ട്. HIV, HBV, HCV, TB, സെപ്സിസ്, അങ്ങനെ കുറേ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഡിസീസസൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഓതറൈസേഷൻ ഫ്രം SPCB, അതായത് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നുള്ള ഓതറൈസേഷൻ വേണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. പിന്നെ ഈ റെക്കോർഡ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റാഫ്സിനെ ട്രെയിൻ ചെയ്യണം. അവർക്ക് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഹെപ്പറ്റൈറ്റിസ് B ഓർ ടെറ്റനസ്, അതിനൊക്കെയുള്ള ഇമ്മ്യൂണൈസേഷൻ നടത്തണം. എല്ലാ ഇഷ്യൂസും അതോറിറ്റീസിനെ റിപ്പോർട്ട് ചെയ്യണം അപ്ഡേറ്റ് ആയിട്ട്. ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ സൈഡിൽ നിന്നുള്ള റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ് ദീസ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇനി ജനറൽ വേസ്റ്റ് ഇല്ലേ, ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കവറിൽ നമ്മൾ സെഗ്രിഗേറ്റ് എടുക്കുന്നത്, അത് നമുക്ക് മുനിസിപ്പൽ സോൾഡ് വേസ്റ്റിന് ഹാൻഡ് ഓവർ ചെയ്യാം. എല്ലാ ഹോസ്പിറ്റൽസിനും ഉണ്ടാവും ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാംസ്. അവിടെ നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഇൻഫെക്ഷൻ ട്രാൻസ്മിഷൻ തടയാം, പൊല്യൂഷൻ കുറയ്ക്കാം. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിസ്പോസൽ ഓഫ് ഇൻഫെക്ഷ്യസ് ഹോസ്പിറ്റൽ വേസ്റ്റാണ്. ബയോമെഡിക്കൽ വേസ്റ്റിൽ 4 കാറ്റഗറിയിൽ ഏറ്റവും ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളത് നമ്മുടെ യെല്ലോ ആൻഡ് റെഡ് കാറ്റഗറിയാണ്. അപ്പോൾ അതൊന്നും കൂടി ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാണ്. നമുക്ക് പാത്തോജൻസ് ത്രൂ ദ സോയിൽ ഐറ്റംസ്, മൈക്രോബയോളജി വേസ്റ്റ്, ബ്ലഡ് കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ്, ഇതൊക്കെയാണ് യെല്ലോ. പിന്നെ പ്രൈമറിലി അണ്ടർ യെല്ലോ ആൻഡ് റെഡ് കാറ്റഗറീസ്. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ ഇത് ഈ ഇൻഫെക്ഷ്യസ് വേസ്റ്റ് തടയുന്നത് നോക്കാം. ഒന്നുകൂടി പറയുകയാണ്, ഞാൻ സെഗ്രിഗേറ്റ് ചെയ്യുന്നു അറ്റ് ദ പോയിൻ്റ് ഓഫ് ജനറേഷൻ യൂസിങ് ദ യെല്ലോ ഓർ റെഡ് ബാഗ്സ്. ദെൻ പ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. എക്സാമ്പിൾ മൈക്രോബയോളജി, ബയോടെക്നോളജി വേസ്റ്റാണ് കൂടുതലായിട്ട് പ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. എല്ലാതും ചെയ്യണം. ഹൈലി ഇൻഫെക്ഷ്യസ് ഐറ്റംസ് ആണ് അവർ, കൾച്ചേഴ്സ് ഒക്കെയാണല്ലോ, ബ്ലഡ് ബാഗ്സ് ഒക്കെയാണല്ലോ. സോ മസ്റ്റ് ബി പ്രീ ട്രീറ്റഡ്. ദെൻ ഓട്ടോക്ലേവ് ചെയ്ത് മൈക്രോവേവ് ചെയ്തിട്ട് വേണം CBWTFന് ഹാൻഡ് ഓവർ ചെയ്യാൻ. ദെൻ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ പ്ലാസ്മ പൈറോളിസിസ് അല്ലെങ്കിൽ ഇൻസിനറേഷൻ വഴിയായിട്ടാണ് അനാട്ടമിക്കൽ മൈക്രോബയോളജി സോയിൽഡ് വേസ്റ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ടു കിൽ ദ പാത്തോജൻസ് ആൻഡ് റെഡ്യൂസ് ദെയർ വോളിയം. ദെൻ ഡീപ്പ് ബൂറിയൽ അവർക്ക് മാത്രമാണ് ഈ CBWTFൻ്റെ ആക്സസ് ഇല്ലാത്ത റിമോട്ട് ഏരിയ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ അവർക്ക് ഡീപ്പ് ബൂറിയൽ ചെയ്യാം ഇൻസ്റ്റെഡ് ഓഫ് ദ ഇൻസിനറേഷൻ ഓർ പ്ലാസ്മ പൈറോളിസിസ്.
ഓക്കെ. ദെൻ റെഡ് കാറ്റഗറി ആണെങ്കിൽ നമ്മുടെ ട്യൂബിങ്സും ഗ്ലൗസ് തുടങ്ങിയിട്ടുള്ള റിസൈക്ലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യുന്നു. മൈക്രോവേവ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലേവ് ചെയ്തിട്ട് ഷ്രെഡിങ് മ്യൂട്ടിലേറ്റ് ചെയ്തിട്ട് വേണം, കണ്ടാമിനേഷൻ ലെസ് ആയിട്ട് വേണം നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഡിസ്പോസ് ചെയ്യുമ്പോൾ ഇൻസിനറേഷൻ ആഷ് ആണെങ്കിൽ അതിനെ സെക്യൂർ ആയിട്ടുള്ള ലാൻഡ് ഫില്ലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ ആഷ് എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഈ പുകക്കുഴലുണ്ടാവുമല്ലോ സ്റ്റാറ്റ്, അതിലേക്ക് കടത്തി വിടുന്നതിനൊക്കെ മുമ്പ് ഇവർ കോസ്റ്റിക് സോഡയുടെ ഒരു സ്പ്രേ ഉണ്ട്, അത് അടിക്കുമ്പോൾ ഇത് ഈ പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റ് കൂടി വരും. അപ്പോൾ അവർ സെഗ്രിഗേറ്റ് ചെയ്യും. ബാക്കി വെരി സ്മോൾ മൈന്യൂട്ട് പാർട്ടിക്കിൾസാണ് മുകളിലേക്ക് പോവുള്ളൂ. എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആണ് എന്തുണ്ടാവുന്നത്, ഈ ആഷ് ഉണ്ടാവുന്നത്. ഈ ബയോമെഡിക്കൽ വേസ്റ്റിൻ്റെ ഫൈനലായിട്ടുള്ള ഇൻസിനറേറ്ററിൽ നിന്ന് വരുന്ന ആ ഒരു പുക നമ്മുടെ എക്സോസ്റ്റർ വെച്ചിട്ട് ആൻഡ് നമ്മൾ കോസ്റ്റിക് സോഡയാണ് അമൃത അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് പാർട്ടിക്കിൾ സൈസ് കൂട്ടും, ഒരു വെറ്റ് നേച്ചറാക്കും ഓരോ സ്മോക്ക് പാർട്ടിക്കിൾസിനെ. അപ്പോൾ അത് ഭൂമിയിൽ താഴെ സെഗ്രിഗേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ആഷിനെ ലാൻഡ് ഫില്ലിലേക്കാണ് മാറ്റുന്നത്. പിന്നെ ഷാർപ്പ് ഓർ ഗ്ലാസ്സിന് നമ്മൾ ഷ്രെഡ് ചെയ്തിട്ട് അഗെയിൻ ലാൻഡ് ഫിൽ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യും. പിന്നെ എഫ്ലുവൻറ്റ് ഫ്രം ദ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ ഡയറക്റ്റ്ലി ETP എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് ട്രീറ്റ് ചെയ്തതിന് ശേഷം കൊടുക്കും. ടൈം ലൈൻ 48 hours ശ്രദ്ധിക്കണം. മോണിറ്റർ ചെയ്യാൻ ബാർകോഡ്, അതുപോലെ റെക്കോർഡ്സ് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ ഓതറൈസേഷൻ ഫ്രം ദ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വേറെ പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഇതുവഴി നമുക്ക് തടയാം. അങ്ങനെ എൻവിറോൺമെൻറ്റൽ കണ്ടാമിനേഷനൊക്കെ കുറയ്ക്കാം. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇത് മിസ്മാനേജ് വഴി എന്തൊക്കെ ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഹെൽത്ത് വർക്കേഴ്സിന്, അതുപോലെ ഇറ്റ് ഓൾസോ എഫക്ട് ദ പേഷ്യൻസ് ഇൻ ദ ഹോസ്പിറ്റൽ, വേസ്റ്റ് ഹാൻഡ്ലേഴ്സിന് പ്രശ്നങ്ങളുണ്ടാവാം, ദ കമ്മ്യൂണിറ്റി, ദ ഹോൾ എൻവിറോൺമെൻറ്റിന് ഈ മിസ്മാനേജ്മെൻറ്റ് ഭാഗമായിട്ട് പ്രശ്നങ്ങൾ സംഭവിക്കാം. ഹസാർഡ്സ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം ഈ എന്തൊക്കെ ഹസാർഡ്സിൻ്റെ ഭാഗമായിട്ടുണ്ടോ 4 തിരിച്ചിരിക്കുന്നത്. ഇൻഫെക്ഷ്യസ് ഹസാർഡ്, ഫിസിക്കൽ ഹസാർഡ്, കെമിക്കൽ ഹസാർഡ്സ് ആൻഡ് എൻവിറോൺമെൻറ്റൽ ഹസാർഡ്സ് ആൻഡ് അതർ റിസ്ക്സ് ഇങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഫെക്ഷ്യസ് ഹസാർഡ്സ് എന്ന് പറയുമ്പം എയ്ഡ്സ്, പിന്നെ ഹെപ്പറ്റൈറ്റിസ് B വൈറസ്, ഹെപ്പറ്റൈറ്റിസ് C വൈറസ്, പിന്നെ TB, സെപ്സിസ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഹസാർഡ്സ്. ഇത് വരാൻ ചാൻസ് കൂടുതലും ഷാർപ്പ് ഇഞ്ചുറീസ്, നീഡിൽ സ്റ്റിക്സ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് വേസ്റ്റുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴൊക്കെയാണ്. അറിയാമേ എയ്ഡ്സ്, HIV എന്താണെന്ന്. അതുപോലെ ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഭീകരത നമുക്ക് മനസ്സിലാവും. സെപ്സിസ് എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ എമർജൻസി കേസാണ്, വേർ ദ ബോഡീസ് ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ റിയാക്ട് ടു ആൻ ഇൻഫെക്ഷൻ കോസിങ് വൈഡ് സ്പ്രെഡ് ഇൻഫ്ലമേഷൻ ആൻഡ് പൊട്ടൻഷ്യൽ ടിഷ്യൂ ഡാമേജ്, ഓർഗൻ ഫെയിലിയർ ആൻഡ് ഡെത്ത്. ഹെപ്പറ്റൈറ്റിസ് B വൈറസ് എന്ന് പറയുന്നത് ഒരു DNA വൈറസാണ്. വാക്സിൻ ഉണ്ട് അതിന്. എനിവേ ഇതൊക്കെ നമ്മൾ ഇമ്മ്യൂണൈസ് ചെയ്തിട്ടില്ലെങ്കിൽ HBV ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു ബ്ലഡ് ബോൺ വൈറസാണ്. അപ്പോൾ ബ്ലഡ് കണ്ടാമിനേഷനുള്ള സാധനങ്ങൾ തൊട്ടാൽ തന്നെ സാധനം വരും. ദറ്റ് കോസസ് ക്രോണിക് ഓഫൺ അസിംപ്റ്റമാറ്റിക് ലിവർ ഇൻഫ്ലമേഷൻ, സിംറ്റം ഇല്ലാതെ തന്നെ ലിവർ ഇൻഫ്ലമേഷൻസ് വരിക. അതുപോലെ സിർഹോസിസ് എന്ന് പറയുന്നത് സിറോസിസ് അഡ്വാൻസ്ഡ് ലിവർ ഡാമേജ് ആണ്, ഫൈബ്രോസിസിലേക്ക് നയിക്കാം, ക്യാൻസറിലേക്ക് നയിക്കാം. അതുപോലെ HCV ആണെങ്കിൽ, അതായത് C വൈറസ് ആണെങ്കിൽ RNA വൈറസ് ക്യൂറേറ്റീവ് ആണെങ്കിലും ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ TB, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻഫെക്ഷ്യസ് ഹസാർഡിൻ്റെ ഭാഗമായിട്ട് വരാം. ഇത് കൂടുതലായിട്ട് വേസ്റ്റ് ഹാൻഡ്ലേഴ്സിനും ക്ലീനേഴ്സ്, റാഗ് പിക്കേഴ്സ്, അൺട്രീറ്റഡ് വേസ്റ്റ് തൊടുന്ന ആൾക്കാർക്കാണ് ഇൻഫെക്ഷ്യസ് ഹസാർഡ്സ് ഉണ്ടാവുക. അകലെയായിട്ട് ഇതുമായിട്ട് ഒരു സെക്കൻഡറി കോണ്ടാക്റ്റുള്ള ആൾക്കാർക്ക് വരാൻ ചാൻസ് കുറവാണ്. ഡയറക്റ്റ് കോണ്ടാക്റ്റുള്ള പ്രൈമറി ആയിട്ടുള്ള വർക്കേഴ്സിനാണ് കൂടുതൽ ഇൻഫെക്ഷ്യസ് ഹസാർഡ് വരാൻ ചാൻസ്. ഫിസിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ അതും അതെ,
ഭയങ്കര ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ള വേസ്റ്റ് മാനേജേഴ്സിനാണ്. അതായത് ഷാർപ്പ് ഇഞ്ചുറീസ് കോസിങ് കട്ട്സ് ഓർ പങ്ക്ചേഴ്സ് ലീഡിങ് ടു ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ബേൺസ് ഫ്രം ദ ഹോട്ട് വേസ്റ്റ്, അല്ലെങ്കിൽ കെമിക്കൽ എക്സ്പോഷർ, ഇങ്ങനെയൊക്കെയാണ് ഫിസിക്കൽ ഹസാർഡ്സ് വരാൻ ചാൻസ്. കെമിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ ഡ്രഗ് ഡിസ്കാർഡ് ചെയ്യുമ്പോൾ വരുന്ന ടോക്സിസിറ്റി, ഡിസിൻഫെക്ഷൻ, റേഡിയേഷൻ, പിന്നെ സൈറ്റോടോക്സിക് ഏജൻറ്റ് കോസ് ചെയ്യുന്ന പോയ്സണിങ്, പിന്നെ ഹോർമോണൽ ഡിസ്റപ്ഷൻ അല്ലെങ്കിൽ ക്യാൻസർ, ഇതൊക്കെ കെമിക്കൽ ഹസാർഡ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മെർക്കുറി ഫ്രം ദ തെർമോമീറ്റർ അല്ലെങ്കിൽ സ്വിഗ്മോ മാനോമീറ്റർ ദാറ്റ് ക്യാൻ ലീഡ് ടു ന്യൂറോ ടോക്സിസിറ്റി. അപ്പോൾ കെമിക്കൽ ഹസാർഡ്സ് ആണ് കുറച്ചും കൂടിയും ഒരു ഭീകരം. കാരണം കുറച്ചും കൂടി അകലേക്ക് ഇതിൻ്റെ ഇപ്പോൾ ഡിസിൻഫെക്റ്റൻസ്, ആ സ്റ്റാറ്റില്ലേ, പുകക്കുഴലിൽ നിന്ന് വരുന്ന പുക മതി, എല്ലാ ബിൽഡിങ്ങിനേക്കാളും ഹൈറ്റിലായിരിക്കണം ഈ സ്റ്റാറ്റ് ഉണ്ടാവേണ്ടതെന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫോർകാസ്റ്റ് ചെയ്തിട്ട് എന്തോരം ഒരു ഹോസ്പിറ്റലിൽ ഭാവിയിൽ ഡെവലപ്പ് ചെയ്യും, എത്ര നിലകളുള്ള ബിൽഡിങ്സ് ആണ് ഉണ്ടാവുക, അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാറ്റൊക്കെ പണിയാൻ. അപ്പോൾ ടോക്സിസിറ്റി ഡ്യൂറിങ് ദ ഡിസ്കാർഡഡ് ഡ്രഗ്സ്, പിന്നെ ഡിസിൻഫെക്റ്റൻ്റ് അടിക്കുമ്പോൾ തന്നെ അതിൽ കെമിക്കലാണല്ലോ, അപ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. സൈറ്റോടോക്സിക് ആയിട്ടുള്ള ഏജൻസ് എന്തൊക്കെ ഉണ്ടാക്കാം, ഹോർമോണൽ ഡിസ്റപ്ഷൻസ്, ക്യാൻസർ, പോയ്സണിങ് ഒക്കെ കോസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെർക്കുറി ഭയങ്കര എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ന്യൂറോ ടോക്സിസിറ്റിക്കൊക്കെ അത് ലീഡ് ചെയ്യും. നെക്സ്റ്റ് എൻവിറോൺമെൻറ്റൽ ഹസാർഡ്, ദ ഫോർത്ത് ഹസാർഡ്, കണ്ടാമിനേഷൻ ഓഫ് ദ വാട്ടർ ഓർ സോയിൽ ഫ്രം അൺട്രീറ്റഡ് വേസ്റ്റ് ലീച്ചിങ് വഴിയായിട്ടാണ് എൻവിറോൺമെൻറ്റൽ ഹസാർഡ് ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ഈ വാട്ടർ ഓർ സോയിലിൽ നിന്ന് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാതെ, അതായത് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാവണം, അല്ലെ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റൊക്കെ വേണം. അത് ഇല്ലാത്തൊരവസ്ഥയിലാണ്, അല്ലെങ്കിൽ അൺട്രീറ്റഡ് ആയിട്ടുള്ള വേസ്റ്റിൽ നിന്ന് ലീച്ച് ഔട്ട് ചെയ്തിട്ട് പുറത്ത് പോയി, അല്ലെങ്കിൽ പാത്തോജൻസൊക്കെ വന്ന്, അല്ലെങ്കിൽ കെമിക്കൽസ് വന്നാണ് ഈ എൻവിറോൺമെൻറ്റൽ ഹസാർഡ്സ് ഉണ്ടാവാനുള്ള ഒരു കാരണം. പിന്നെ എയർ പൊല്യൂഷൻ ഫ്രം ഇംപ്രോപ്പർ ഇൻസിനറേഷൻ, അല്ലെങ്കിൽ ഇൻസിനറേറ്റർ കേടായി എന്ന് വിചാരിക്കുക, അപ്പോൾ നല്ല എയർ പൊല്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യണം, മെയിൻ്റനൻസൊക്കെ പ്രോപ്പറായിരിക്കണം. പിന്നെ ഡയോക്സിൻസ്, ഫ്യൂറാൻസ്, ഹെവി മെറ്റൽസ്, ഇതൊക്കെ ഇൻസിനറേറ്റർ പ്രോപ്പർ വർക്ക് ചെയ്തില്ലെങ്കിൽ അത് പുറപ്പെടുവിക്കുമല്ലോ. സോ ഡയോക്സിൻ ഈസ് കാർസിനോജൻ, ഫ്യൂറാൻസ് ഈസ് ഓൾസോ കാർസിനോജൻ, ക്യാൻസർ കോസ് ചെയ്യുന്ന എയർ പൊല്യൂഷനിലുള്ള കണ്ടൻസ് ആണ് ഇതൊക്കെ. പിന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഓൾസോ ഒരു എൻവിറോൺമെൻറ്റൽ ഹസാർഡാണ്. അല്ലെങ്കിൽ ബ്ലാക്ക് കാർബൺ, പുകക്കുഴലിൽ നിന്നൊക്കെ വരുന്ന ബ്ലാക്ക് കാർബൺ ഈസ് ബാഡ്. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ ഉണ്ടാക്കും. എൻവിറോൺമെൻറ്റൽ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ് പ്രോപ്പറായിട്ടില്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ ഹസാർഡ്സ് ഇങ്ങനെയൊക്കെ ഉണ്ടാവണേ, ക്ലൈമറ്റ് ചേഞ്ച് വരെ വരാം. അപ്പോൾ അതൊരു ലാർജ് പോപ്പുലേഷനെ ബാധിക്കുന്ന ഒന്നാണ് എൻവിറോൺമെൻറ്റൽ ഹസാർഡ്. സ്റ്റാർട്ട് ചെയ്യുന്നത് സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാസ്റ്റ് എയർ പൊല്യൂഷൻ, അങ്ങനെയാണ്. അപ്പോൾ വാട്ടർ പൊല്യൂഷൻ ആകുമ്പം അൺട്രീറ്റഡ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പ്രോപ്പർ അല്ലെങ്കിൽ വരുന്നതാണ്. അവിടെ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പ്രോപ്പർ അല്ലെങ്കിൽ സോയിൽ പൊല്യൂഷൻ ഉണ്ടാവും. പിന്നെ ഇൻസിനറേറ്റർ കേടായി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എയർ പൊല്യൂഷനും ഉണ്ടാവും. ഇപ്പം നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഉണ്ടെങ്കിൽ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു നിയമമുണ്ട്. അതനുസരിച്ച് നമ്മൾ പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു സോഷ്യൽ ബെനിഫിറ്റിംഗ് വർക്ക് ചെയ്തേ മതിയാവും. അപ്പോൾ നമുക്ക് എൻവിറോൺമെൻറ്റൽ ഹസാർഡ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. പിന്നെ അതർ റിസ്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ട്. എന്തായാലും വർക്കേഴ്സിൻ്റെ അവിടെ സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ട്. അപ്പോൾ അവർക്ക് മെഡിറ്റേഷൻ, അതുപോലെ കൗൺസിലിംഗ്, പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം. മാത്രമല്ല സെക്കൻഡറി ഇൻഫെക്ഷൻ ഈസ് ഓൾസോ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ഈ സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് മെയിനായിട്ട് ഇംപ്രോപ്പർ ഡംപിങ് ഒക്കെ, ഫുഡ് വേസ്റ്റ് മാനേജ് ചെയ്യുക, അത് ശരിയായിട്ടില്ലെങ്കിൽ എങ്ങനെ ഫുഡ് വേസ്റ്റ് മാനേജ് ചെയ്യുക, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഐദർ നമുക്ക് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് പണിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ആ ഫ്യൂവലിൽ നിന്ന് നമുക്ക് കിച്ചണൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഫ്യൂവൽ കിട്ടും. അതല്ലെങ്കിൽ വേറെ മെത്തേഡ്
വെറുതെ ചെയ്യുന്നത് കുറച്ച് അകലെ ഒരു ഡിസ്റ്റൻ്റ്ലി ഒരു ഫീൽഡ് ഉണ്ട്, അവിടെ കൊണ്ട് ഡംപ് ചെയ്യാണ്. വെർമി കമ്പോസ്റ്റ് പോലെ മണ്ണിരേനയും അതുപോലെ ഷ്രെഡഡ് പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്ത് അതിനൊരു കൺസിസ്റ്റൻസി, ഫുഡ് വേസ്റ്റിനാണെങ്കിൽ ഒരു കൺസിസ്റ്റൻസി കൊടുത്തിട്ട് അത് പ്രോപ്പറായിട്ട് ഗാർഡനിങ്ങിനെയും അങ്ങനെയൊക്കെ ആ ഒരു നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള കമ്പോസ്റ്റ് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ഉപയോഗിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എന്തെങ്കിലും ഒരു മെത്തേഡ് ഫുഡ് വേസ്റ്റിനെ എപ്പോഴും ഹോസ്പിറ്റലിൽ കണ്ടുപിടിക്കണം, അല്ലാണ്ട് അവിടെ ഇവിടെയും വലിച്ചെറിയാനൊന്നും പാടില്ല. ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഇതൊരു പ്രോപ്പർ മെയിൻ ഇഷ്യൂ ആണ്. അപ്പോൾ പുവർ സെഗ്രിഗേഷൻ എന്നൊക്കെ പറയുന്നത്. സോ ഇറ്റ് ആംപ്ലിഫൈ ദ റിസ്ക്. അപ്പോൾ നമ്മൾ നല്ല ട്രെയിനിങ്ങും സ്റ്റാഫിനെ കൊടുക്കണം. പിന്നെ ഈ ഡിസ്പോസലൊക്കെ പ്രോപ്പർ ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ റിസ്ക് കുറേ മിറ്റിഗേറ്റ് ചെയ്ത് കുറയ്ക്കാൻ പറ്റും. പിന്നെ അവർക്ക് PPE കിറ്റ് കൊടുക്കാം. അങ്ങനെ BMW റൂൾസിന് കംപ്ലൈൻ്റ് ആയിട്ട് പോകാൻ പറ്റും.